ഹായ് എല്ലാവർക്കും നമസ്കാരം. പ്രവീണിൻ്റെയും മൃദുലയുടെയും പുതിയ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. പ്രവീണും മൃദുലയും പുതിയ വീട് വാങ്ങിയിരിക്കുകയാണ്. ആ വീട് വാങ്ങിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ചടങ്ങുണ്ടല്ലോ, ആ വീട്ടിലേക്ക് കടന്ന് താമസിക്കുന്നത്, അതിന് തൊട്ട് മുൻപായിട്ട് ആ താക്കോല് വാങ്ങുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് നടന്നത്. മകൻ്റെ 28-ന് അത് നടക്കണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ആ 28-ന് തൊട്ട് മുൻപായിട്ട് 27-ാമത്തെ ദിവസത്തിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. കീ കൊടുത്തതിന് ശേഷം ഒരുപാട് സന്തോഷമാണ് അവർ പങ്കുവെച്ചത്. ഇവിടെ ആ വീടിനുള്ളിലേക്ക് കയറി ചെന്ന വഴിക്ക് പ്രവീൺ അവിടെ ഒറ്റ കിടപ്പുണ്ട്. ആ കിടന്ന് ഒരു സ്വപ്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് പ്രവീൺ അവിടെ. ആ കീ തരുന്ന സമയത്ത് ആ ചേട്ടൻ്റെ കാലൊക്കെ തൊട്ട് കയറിച്ച് വളരെ ഒരു ഭക്തിയോടുകൂടി തന്നെയാണ് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നത്. അത് നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്റീരിയർ വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട്. പുതിയൊരു ഇന്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സ്വന്തം മകൻ്റെ 28-ന് ചരടുകെട്ട് ഉണ്ടാവുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഒരു 35 ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ സംഭവം നടക്കാൻ പോകുന്നത്. കാരണം നല്ലൊരു മുഹൂർത്തം നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മകന് നല്ലൊരു പേര് നിർദ്ദേശിച്ചത് പ്രേക്ഷകരാണത്രേ. ആ ഒരു പേര് തന്നെയാണ് മകന് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് അത് വളരെ ഒരു ഹൈപ്പിൽ തന്നെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു വലിയ സർപ്രൈസ് തന്നെയാണ് ആ ഒരു പേര്. ആ പേര് ജനങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പേര് തന്നെയാണ് അവർ നിർദ്ദേശിക്കുന്നത്. എന്തായാലും ആ പേരെന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വിശേഷങ്ങൾ അവരുടെ ഇനിയും വരുന്നതിന് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.